മർക്കോസിന്റെ സുവിശേഷം നമ്മൾ ചിന്തിച്ചതാ. ജസ്റ്റ് അതിൻ്റെ ബിഗിനിങ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതാണ്. മാർക്ക് 11 കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിനെ കുറിച്ചുള്ള വളരെ ഒരു സീരിയസ് റെവലേഷനാണ് ആക്ച്വലി 24. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ അവിടെ അതെന്തിനെ എംഫസൈസ് ചെയ്യുന്നത് പറയാം. സിമ്പിൾ അല്ല, ആരെ കൊടുക്കാൻ വേണ്ടി ചോദിക്കുന്നല്ല. എന്താണല്ല നിങ്ങൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും. അവിടെ ഏത് ആട്രിബ്യൂട്ടാണ്? നമ്മുടെ ഫെയ്ത്ത്. കാരണം വിത്തൗട്ട് ഫെയ്ത്ത് യു കനോട്ട് റിസീവ് എനിത്തിങ് ഫ്രം ദി ലോർഡ്. ഹീബ്രൂസിൽ നമ്മൾ പറയും വിത്തൗട്ട് ഫെയ്ത്ത് യു കനോട്ട് പ്ലീസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് വിത്തൗട്ട് ഫെയ്ത്ത് നമുക്കൊന്നും കിട്ടില്ല ദൈവത്തിൽ നിന്ന്. കാരണം വി ആർ സ്റ്റാർട്ടിങ് അവർ ക്രിസ്ത്യൻ വോയേജ് ബിക്കോസ് ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്തിൽ നിന്ന് ആരംഭം. അപ്പോൾ ഫെയ്ത്തിൽ പിന്നെ ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അവിടെ പറയും, നിങ്ങൾ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് എന്ത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. ഒരു സിമിലർ എക്സാക്ട്ലി ഇതിൻ്റെ ഒരു സപ്പോർട്ടിങ് വേർഡുണ്ട്. ഏതാ ബെൻസി? പറഞ്ഞു എക്സാക്ട്ലി 1 John 5:14 നോക്കാം. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദിസ് ഈസ് എ കോമൺലി യൂസ്ഡ് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. നമ്മളത് അവോയ്ഡ് ചെയ്തേ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ വായിച്ചാൽ മതി. 1 John 5:14 മലയാളം വായിച്ചാൽ മതി. ബാബു, ദൈവഹിതം അനുസരിച്ച് നാം എന്ത് ആവശ്യപ്പെട്ടാലും അവൻ അത് കേൾക്കും എന്നതാണ് അവനിൽ നമുക്കുള്ള ഉറപ്പ്. നമുക്ക് ആ ഉറപ്പില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് നമ്മളതിൻ്റെ ഒരു സീരിയസ്നെസ് മെനി ടൈംസ് വി ആർ ഫർഗെറ്റിംഗ്. ദൈവത്തോടാ ചോദിക്കുന്നത്. എന്തും ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നോക്ക്, നമ്മുടെ ദൈവം സ്വർഗത്തിൽ വസിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന ഒരു വേർഡില്ലേ? ഡു യു റിമെമ്പർ? എവിടെയാണല്ലേ? കാരണം ദൈവം ഒരു കാര്യം ചെയ്യാൻ ദൈവത്തിന് ആരുടെയും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ്സ് ഐ തിങ്ക് 135. അതിൻ്റെ 6ാം സെന്റൻസ് നോക്കുമ്പോൾ 135:6 ആകാശത്തിലും ഭൂമിയിലും കടലിലും ഏതഗാധത്തിലും കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിക്കുന്നു. അതെ, കർത്താവ് തനിക്ക് ഇഷ്ടമുള്ളത് എന്തും പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ കർത്താവിന് ഇഷ്ടമുണ്ടാക്കി കൊടുക്കേണ്ടത് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. കർത്താവിന് ഇഷ്ടം വന്നാൽ കർത്താവ് പ്രവർത്തിക്കും. സോ അതുകൊണ്ട് പോൾ പറയുന്നത്, അതായത് അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ലക്ഷ്യമുള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിക്കണം. കാരണം കർത്താവിന് പ്രസാദം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് പ്രസാദം ഉണ്ട്, പിന്നെ നമ്മൾ യു ഫോർഗെറ്റ് അബൌട്ട് യുവർ ഓൺ നീഡ്സ്, ഹി വിൽ ടേക്ക് കെയർ ഓഫ്. അവൻ നമ്മെക്കുറിച്ച് ശ്രദ്ധാലുവാ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, അവന് പ്രസാദകരമായിട്ടുള്ള, കർത്താവിന് പ്രസാദകരമായിട്ട് നമുക്ക് എഴുതിയേക്കുന്ന ഒരു വേർഡുണ്ട്, കർത്താവിന് പ്രസാദകരമായിട്ടുള്ളത് ടു സ്റ്റഡി ഇറ്റ്. എഴുതിയേക്കുന്ന ബുക്ക് ബെൻസി? നോ, എഫിഷ്യൻസ് 5:10. ഇത് നമ്മളൊരു ഇത്തിരി നമ്മുടെ ക്രിസ്ത്യാനിറ്റി ഇത്തിരി ബുദ്ധിപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വേ ഓഫ് ലൈഫാണ്. നോ, ഇറ്റ്സ് നോട്ട് എ ഫുളിഷ് വേ ഓഫ് ലൈഫ്. 5:10 ദാറ്റ് മീൻസ് ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ നമ്മുടെ ഹ്യൂമൻ നേച്ചർ പറയുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും കർത്താവിൻ്റെ ഹിതം. സേ ഫോർ എക്സാമ്പിൾ, ഡ്യൂ ടു ലാക്ക് ഓഫ് നോളജ് മൈ പീപ്പിൾ ആർ പെറിഷിങ് എഴുതിയിരിക്കുന്നത്. അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചു പോകുന്നു. നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പം ചില ആൾക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അറിയില്ലാതെ ചെയ്തത് സാരമില്ല എന്ന് നമ്മൾ പറയാറില്ലേ? പക്ഷെ ദൈവം എന്താ പറയുന്നത്? അത് അറിവില്ലാതെ ചെയ്തത് സാരമില്ല എന്നാണ് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് പറയുന്നത്. അപ്പം നമ്മൾ പോലും പിള്ളേർ എന്തെങ്കിലും ചെയ്താൽ പറയില്ല, പിള്ളേർ അത് അറിയില്ലാതെ ചെയ്തതാണെന്ന് പറയാറില്ലേ? So do you think that God is more strict or more cruel than us? No.
അപ്പോൾ ദൈവത്തിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ അതാ ദൈവത്തിൻ്റെ ഹിതം നമ്മൾ പഠിച്ചറിഞ്ഞേ പറ്റൂ. കാരണം ദൈവത്തിൻ്റെ ക്യാരക്ടർ മനുഷ്യൻ്റെ ക്യാരക്ടർ അല്ല. വേറൊരു സ്ഥലത്ത് ദൈവം പറയുന്നില്ലേ, അതായത് മാനസാന്തരപ്പെടാൻ ഞാൻ മനുഷ്യനല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്യുന്നത് അതാ ശരി. ദൈവം ചെയ്തിട്ട് അതങ്ങനെ ചെയ്യണ്ടായിരുന്നു ദൈവം ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം മിസ്റ്റേക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ പഠിച്ചറിഞ്ഞേ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്, നമ്മൾ പ്രാർത്ഥനയായിട്ടുള്ള ബന്ധത്തിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ദി പ്രൈമറി ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ആട്രിബ്യൂട്ട്, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടായിരിക്കേണ്ട ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതായത് സിമ്പിൾ കാര്യം. ഇപ്പം നോക്ക്, ഞാൻ വായിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ സാറ 90ാമത്തെ വയസ്സിൽ കൺസീവ് ചെയ്തു. അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ഏത് ആട്രിബ്യൂട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കുഴപ്പമില്ല, സിനി വായിക്കുന്ന ആളല്ലേ, ദൈവത്തിൻ്റെ ഏത് ആട്രിബ്യൂട്ട് അവിടെ എഴുതിയേക്കുന്നത് സാറ കൺസീവ് ചെയ്തതിനെ കുറിച്ച്? എന്താ പറയാ, ഓപ്പൺ ടു ഓൾ. കാരണം ദൈവത്തിന് ഒത്തിരി ആട്രിബ്യൂട്ട് ഉണ്ട്. സാറയെ കൺസീവ് ചെയ്തത് ഇത് അബ്രാഹത്തിന്റെ സാറയുടെയും കൂടെ വിശ്വാസമാണെന്ന് കൂട്ടിക്കോ. പർട്ടിക്കുലർ വേർഡ് എന്താ? നമുക്ക് ഗോയിങ് ടു ഹീബ്രൂസ് 11:11 വായിക്കുമ്പോൾ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഹീബ്രൂസ് 11:11 വായിക്കുമ്പോൾ പ്രായാധിക്യത്തിൽ സാറ വിശ്വാസത്താൽ ഗർഭധാരണ ശേഷി നേടി. കാരണം വാഗ്ദാനം നൽകിയവനെ വിശ്വാസിയനായി അവൾ പരിഗണിച്ചു. സിമ്പിൾ തിങ്, ഷീ ബിലീവ്ഡ്. വാഗ്ദത്തം നൽകിയവൻ വിശ്വസ്തൻ എന്ന് നമ്മളെല്ലാം നോക്കുക. ദൈവം വിശ്വസ്തനാണെന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നില്ല. ബട്ട് ഒരു ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ മെനി ടൈംസ് നമ്മൾ വിശ്വസിക്കില്ല. അതാണ് അതിൻ്റെ പ്രോബ്ലം. ഇത് നോക്ക്, സിറ്റുവേഷൻ എല്ലാം അഡ്വേഴ്സാണ് അല്ലേ? ഹ്യൂമൻലി സ്പീക്കിംഗ് എവറിത്തിങ് ഈസ് അഡ്വേഴ്സ്. അപ്പോഴേ നമുക്ക് വിശ്വാസം ഉണ്ടോ എന്ന് അറിയാൻ പറ്റൂ. ഇപ്പം നമ്മുടെ കയ്യിൽ ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള അല്ല ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിന് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ $100 ഉണ്ട്, $10 ഒരു സാധനം മേടിക്കാൻ വേണ്ടി വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കും. അതേസമയം നമ്മുടെ കയ്യിൽ $100 ഉണ്ട്, $1000 ഒരു നീഡ് വന്നേക്കുക, വേറെ ആരും സഹായിക്കാനില്ല. അപ്പം നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം നൽകി, അങ്ങനെ എൻ്റെ ധൈര്യം വർദ്ധിപ്പിച്ചു. ഓർക്കുന്നോ? കാരണം ദൈവം നമുക്ക് ആൻസേർഡ് പ്രയർ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്തോറും നമ്മുടെ ധൈര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു സ്റ്റേജിൽ പോള് പറഞ്ഞ പോലെ നമുക്കും പറയാൻ പറ്റും, ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഡു ഓൾ തിങ്സ് എന്നാ പോള് പറയുന്നത് അല്ലേ? ഐ ക്യാൻ ഡു എന്ത് വേണേലും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പം ദൈവത്തിൻ്റെ ഈ ക്യാരക്ടർ നമ്മൾ പഠിച്ചേ പറ്റും. അപ്പോൾ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ വിശ്വാസം കൂടാതെ ദൈവത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. പലപ്പോഴും ആൾക്കാർക്ക്, ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, നല്ല കമ്മിറ്റഡ് ആയിരിക്കും, കർത്താവിനെ സ്നേഹിക്കുന്നുമുണ്ട്, ഒന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരു വിശ്വാസമില്ല. അവിശ്വാസികളെ പോലെ സംസാരിക്കും. മെനി ടൈംസ് ഐ ഹാവ് സീൻ ഇറ്റ്. അതുകൊണ്ടാണ് ദൈവത്തെ റെസ്പെക്റ്റ് ചെയ്യുന്ന നമ്പർ 1 ആട്രിബ്യൂട്ട് വിശ്വാസമാണ്. കാരണം നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല. എന്നാലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫ്, നമ്മുടെ ടൈം, എനർജി എല്ലാം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു ഇൻഫർമേഷനും കിട്ടാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ എല്ലാം സമർപ്പിക്കുക. അതിനെ ദൈവം റെസ്പെക്റ്റ് ചെയ്യുന്നത്, ബഹുമാനിക്കുന്നത്. ഈ ഹീബ്രൂസ് 4:2 വായിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയില്ല ഇതൊക്കെ ശരിയാണോ എന്ന് ആർക്കറിയാം. പക്ഷെ നമുക്കങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും, നമ്മുടെ ടൈം, എനർജി, നമ്മളെല്ലാം നമുക്ക് എന്ത് വിലപ്പെട്ടത് നമ്മൾ ദൈവത്തിന് വേണ്ടിയോ ഉപേക്ഷിക്കാൻ തയ്യാറാ അല്ലേ? ദാറ്റ്സ് ബിക്കോസ് ഓഫ് അവർ ഫെയ്ത്ത്. നമുക്ക് സത്യാന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒന്ന് വായിച്ചു 4:2. കാരണം അവർക്കെന്ന പോലെ നമുക്കും സദ്വാർത്ത ലഭിച്ചിരിക്കുന്നു, പക്ഷേ ആ സന്ദേശം കേട്ടവർ വിശ്വസിക്കായികയാൽ അത് അവർക്ക് ഉപകരിച്ചില്ല. ആ സന്ദേശം കേട്ടവർ അത് വിശ്വസിച്ചില്ല. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നോക്ക്, ബൈബിൾ ഈസ് വിത്ത് ഫുൾ ഓഫ് പ്രോമിസസ്. അവൻ്റെ വാഗ്ദാന പ്രകാരം നമ്മൾ എന്താവശ്യപ്പെട്ടാലും നോക്ക്, നമ്മളൊരാൾക്കൊരു വാക്ക് കൊടുത്തു, വാക്ക് കൊടുത്താൽ നമ്മളത് ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥര അല്ലേ? പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അതാണ് നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കേണ്ട ഒരു കാര്യം. ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്വവും കണ്ടീഷനില്ലാത്ത ഒരു വാഗ്ദത്വം ഇല്ല. നമ്മൾ പറയാറുണ്ട് ഫ്രീ ഗിഫ്റ്റ്, ഈവൻ സാൽവേഷൻ കണ്ടീഷനിലല്ലേ? ഡിപ്പെൻഡിങ് അപ്പോൺ റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത്.
മാനസാന്തരപ്പെട്ട് വിശ്വസിച്ചാലേ സാൽവേഷൻ കിട്ടുള്ളൂ. അല്ലാതെ ഇത് ഫ്രീ ഗിഫ്റ്റാന്ന് പറയുന്നതൊക്കെ മിസ്അണ്ടർസ്റ്റുഡ് ആൾക്കാർ. ഫ്രീ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, കറക്റ്റായിട്ട് അറിയേണ്ടതാ. അതായത് ഓൾഡ് ടെസ്റ്റമെന്റിലെല്ലാം കർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു, പ്രവൃത്തികളിൽ അധിഷ്ഠിതമായിരുന്നു. മോശ പറഞ്ഞു ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അതിൻ്റെ റെഫറൻസ് അറിയാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. ഏതാ ബെൻസി? ഇവിടെ എന്ന് പഠിക്കുന്ന ഇതൊക്കെ അറിഞ്ഞേ പറ്റൂ. അറിയാതെ നമുക്ക് സ്വർഗത്തിൽ പോകാനായിട്ട് ഇത് അറിയേണ്ട ആവശ്യമില്ല. ഐ ഡു എഗ്രി. കുരിശെ കിടന്ന കാരണം സ്വർഗത്തിൽ പോയത് ബൈബിൾ പഠിച്ചിട്ടല്ല, ആണോ? സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല നമ്മൾ ചിന്തിക്കുന്ന സൺഡേ. ബട്ട് ഇത് അറിയണ്ടേ. മോശ പറയുന്നു അത് ലയ മോശ പറയുന്നു അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. എവിടെ മോശ പറയുന്നു? മോശ പറയുമ്പോൾ അത്രയും പറഞ്ഞാൽ മതി, സ്ഥലം പറയണ്ട. പ്രോബബ്ലി ഇറ്റ് കുഡ് ബി ഫ്രം വിച്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഐ കനോട്ട് അക്സെപ്റ്റ്. ഏതാ? നിക്കി പറ, ലോറൻ പറ, യു ആർ ഓൾസോ ഇൻക്ലൂഡഡ്, സ്റ്റെഫി പറ. പ്രോബബ്ലി ഇറ്റ് കുഡ് ബി ഫ്രം വിച്ച് ബുക്ക്? ഏതാ? എക്സോഡസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എക്സോഡസ് എന്നുള്ളത് തെറ്റാണ്, അതിന് കുഴപ്പമില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് സേ മോശ പറയുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഫ്രം ദി ഫസ്റ്റ് 5 ബുക്സ് എന്ന് പറയാൻ അറിഞ്ഞിരിക്കും. അത് വേണ്ടേ? അത് എക്സോഡസ് അല്ല, ലെവിറ്റിക്കസ്. അത് കുഴപ്പമില്ല. ഒരു ബേസിക് കാര്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റൂ. 18:5 മോശ പറയുന്നെന്ന് പറയുമ്പോൾ പണ്ട് ഞാനൊരു സ്ഥലത്ത് ബൈബിൾ ക്ലാസ് എടുക്കാൻ പോയിട്ട് പോളിടെക്നിക്കിലെ പിള്ളേരാ. അപ്പം മോസ്റ്റ്ലി കത്തോലിക്ക പിള്ളേരാ. അവർക്കെല്ലാം കൊടുത്തേക്ക് ന്യൂ ടെസ്റ്റമെൻ്റ് ഉള്ളൂ, ഫുൾ ബൈബിൾ ഇല്ല. അപ്പോൾ ഏതെങ്കിലും സങ്കീർത്തനം പറയുമ്പോൾ പിള്ളേർ ഇങ്ങനെ ഓടി പിടിച്ചിട്ട് നോക്കാം, ന്യൂ ടെസ്റ്റമെൻ്റിനകത്തിട്ട് ഇങ്ങനെ നോക്കും. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. കാരണം ന്യൂ ടെസ്റ്റമെൻ്റിൽ സങ്കീർത്തനം ഇല്ലാന്ന് പോലും കത്തോലിക്ക പിള്ളേർക്ക് അറിയില്ല. അന്നത്തെ കത്തോലിക്കൽ സോ മെനി ഇയേഴ്സ് ബാക്ക്. ഇപ്പോൾ കത്തോലിക്കർക്ക് പെന്തിക്കോസുകാരെയൊക്കെ ബൈബിൾ അറിയാം. ഇറ്റ്സ് മൈ ടെസ്റ്റിമണി. അത് വായിച്ച് 18:5 എന്ന് വായിക്കും. ആകയാൽ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പാലിക്കണം, അവ പാലിക്കുന്നവൻ ജീവിക്കും. അത് പാലിക്കുന്നവൻ ജീവിക്കും എന്ന് മോശ പറയുന്നു. ഇനി അനദർ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് കോട്ടഡ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ്. അപ്പൊ ഇത് ഞാൻ എന്നും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൈ റിക്വസ്റ്റ്. ഇവിടെ നമ്മുടെ മോള് ഇത് ഓൾഡ് ടെസ്റ്റമെന്റ് റെഫറൻസ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷെ തരുന്നത് അടച്ചു വെച്ചാൽ പിന്നെ അതുകൊണ്ട് ഒരു യൂസും കിട്ടത്തില്ല. അപ്പൊ അത് ഇറ്റ്സ് കോട്ടഡ് ഇൻ ന്യൂ ടെസ്റ്റമെന്റ്. ഏത് ബുക്കിലാ ബെൻസി? നോ നോ കിച്ചു ലൂക്കില് കൊട്ടി. കറക്റ്റ്. ഗലേഷ്യൻസ് 3 അല്ലെ? നമ്മൾ ഇത്തിരിയൊക്കെ ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ തെറ്റ് പറയാതിരിക്കാൻ പറ്റും, ശരി പറഞ്ഞില്ലേലും. ഗലേഷ്യൻസ് 3 അതിന് വായിച്ച് മോശം പറയുന്നത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചു മോനെ. 10 തുടങ്ങി. For as many as are of the works of the law are under the curse, for it is written, cursed is everyone who does not continue in all things which are written in the book of the law to do them. But that no one is justified by the law in the sight of God is evident, for the just shall live by faith. Yet the law is not of faith, but the man who does them shall live by them. ഇതിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പറയാം, മറിച്ച് നിയമാനുഷ്ഠാനങ്ങളെ ആശ്രയിക്കുന്നവരെല്ലാം ശാപഗ്രസ്തരാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിയമപുസ്തകം നിർദ്ദേശിക്കുന്ന സകലതും അനുഷ്ഠിച്ചുകൊണ്ട് ഈ അനുഷ്ഠാനത്തിൽ ഉറച്ചു നിൽക്കാത്തവൻ ശപിക്കപ്പെട്ടവരാണ്. നിയമം ആരെയും ദൈവസന്നിധിയിൽ നീതീകരിക്കുന്നില്ല എന്ന് സ്പഷ്ടമാണ്. കാരണം നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. നിയമം വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ല, നിയമങ്ങൾ അനുഷ്ഠിക്കുന്നവനാവും മൂലം ജീവിക്കും. നമുക്ക് വേണ്ടി ശാപവിധേയനായി തീർന്ന ക്രിസ്തു നിയമത്തിന്റെ ശാപത്തിൽ നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം റോമൻസ് അല്ലെ മോശ പറയുന്നത്? എവിടെ ഓർക്കുന്നു? റോമൻസ് 9 ആയിരിക്കും. ഐ മേ ബി റോങ്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. എവിടെ? 3:20 ആണോ? ഇത് റോമൻസ് 10:5. നിയമാധിഷ്ഠിതമായ നീതി പാലിക്കുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന് മോശ എഴുതുന്നു. അതെ, ദാറ്റ്സ് വാട്ട് ഈസ് റിട്ടൺ. നിയമാധിഷ്ഠിതമായ നീതി പാലിക്കുന്നവൻ അതിനാൽ ജീവിക്കും എന്ന് മോശ എഴുതുന്നു. അതിന്റെ ലെവിറ്റിക്കസ് 18:5 വായിച്ചു നോക്കാം. അപ്പൊ അത് സെയിമാ.
അതാ കറക്റ്റ്, നോട്ട് ഗലേഷ്യൻസ്. റോമൻസ് ആരോ പറഞ്ഞിരുന്നു അല്ലേ? ആരോ പറഞ്ഞു കിച്ചുവേണം. റോമൻസ് കറക്റ്റ്. അത് വായിച്ചു. ആകയാൽ എന്ത് ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങൾ പാലിക്കണം, അവ പാലിക്കുന്നവൻ ജീവിക്കും. അപ്പൊ മോശ പറഞ്ഞേക്കുന്നത് ഇത് പാലിക്കുന്നവൻ ജീവിക്കും. അപ്പം മോശ പറഞ്ഞിട്ടുണ്ട് ഇത് പാലിക്കുന്നവൻ ജീവിക്കും. അറ്റ് ദി സെയിം ടൈം നമ്മൾ എന്തുകൊണ്ടാണ് പോള് പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ലോജിക്ക് നമ്മളിങ്ങനെ മനസ്സിലാക്കണം. കാരണം ഇത് പാലിക്കുന്നവൻ ജീവിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു പോള് പറയാണ് അതിൽ നിന്ന് തന്നെ ഒരു കാര്യം ഉറപ്പാണ്. ഗലേഷ്യൻസിൽ പറയുന്നത് നിയമത്തിലെ എല്ലാ വചനങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ ജീവിക്കും, അനുസരിച്ച് ജീവിക്കും. അടുത്ത സെന്റൻസ് പോള് പറയാം ദാറ്റ് മീൻസ് മിയർലി ഇമ്പോസിബിൾ ആണെന്നുള്ളത് എവിഡൻ്റാ. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അല്ല, മനസ്സിലാവുന്നില്ലേ? കാരണം ഇതെല്ലാം അനുസരിക്കുന്നവൻ ജീവിക്കും എന്ന് എഴുതിയിട്ടുണ്ട്. അത് മോശം തന്നെ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് പോള് പറയുന്ന കൺക്ലൂഷൻ എന്താ? അതുകൊണ്ട് ഇത് ഇമ്പോസിബിൾ ആണ്, ക്വയറ്റ് എവിഡൻ്റ് ആണ്. കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ഒരു തെറ്റും ചെയ്യാതെ നീതി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു നീതിമാനും ഇല്ലാന്നും എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ റിട്ടൺ. അതെവിടെയാ ബെൻസ്? നോ. ഒരു തെറ്റും ചെയ്യാതെ നീതി മാത്രം ചെയ്ത് ജീവിക്കുന്ന ഒരു നീതിമാനും ഇല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അതെവിടെയല്ലേ? ഇതൊക്കെ നോക്ക്, നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതേതാ സിനി? അതൊന്നും അറിയില്ല എന്ന് പറയാൻ സിനിക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. യാ, വായിച്ചില്ലേ? ദാറ്റ്സ് ഇൻ 7:17 ആണെന്നാണ് തോന്നുന്നത്. ഐ മേ ബി റോങ്. സഭാപ്രസംഗി. ഇതൊക്കെ ബേസിക്കലി അറിയേണ്ടതാ. അതിൻ്റെ 20ാം സെന്റൻസിൽ ബാബു നോക്കിയോ. 7:20 സഭാപ്രസംഗി. കിട്ടിയ? ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. അതെ, നിശ്ചയം. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിയമത്താൽ ആർക്കും നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. കാരണം ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരിക്കലും പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ലാതെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. നെവർ, നോബഡി എവർ ലീവ്ഡ് വിത്തൗട്ട് ഡൂയിങ് എനി മിസ്റ്റേക്ക്. ശരിയല്ലേ? മനസ്സ വാച കർമ്മണ ഒരിക്കലും തെറ്റാത്ത ഒരു മനുഷ്യനിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പം ഇതില് ഇപ്പം നമ്മൾ ചിന്തിച്ചൊരു പോയിന്റ്, പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം ഈ പ്രാർത്ഥനയ്ക്ക് സാറ ഗർഭധാരണ ശേഷി നേടിയത് വലിയൊരു കാര്യമല്ല. ദൈവം പറഞ്ഞ വാക്ക് പാലിക്കും എന്നുള്ളൊരു സിമ്പിൾ ഫെയ്ത്ത്. ദോ ഇറ്റ് ഈസ് സിമ്പിൾ, മെനി ടൈംസ് വി ആർ ഫെയിലിംഗ് ടു ഡു ഇറ്റ്. ആം ഐ കറക്റ്റ്? ഇതെല്ലാം വാഗ്ദത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം 100% ഐ എം കൺവിൻസ്ഡ്. അതായത് നമ്മൾ കർത്താവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ നമുക്ക് ഈവൻ ഇഫ് വി ആർ നോട്ട് ഡിസേർവിങ്, നോർമലി കർത്താവ് ടേൺ ഡൗൺ ചെയ്യത്തില്ല. കാരണം നമ്മളിപ്പോൾ എല്ലാ കണ്ടീഷൻസ് അല്ല, ഇപ്പോൾ നമ്മളത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ, നോബഡി ഈസ് പെർഫെക്റ്റ്. എങ്കിലും നമ്മൾ കർത്താവിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്താൽ നോർമലി കർത്താവ് ടേൺ ഡൗൺ ചെയ്യാൻ ചാൻസ് വളരെ കുറവ്. അല്ലെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ദൈവത്തെ. നമുക്കൊരാവശ്യ സമയത്ത് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ 100% ഐ വിൽ നോട്ട് ടെൽ യു, ബട്ട് നോർമലി കർത്താവ് അത്, ദോ വി ആർ നോട്ട് ഡിസേർവിങ്, കർത്താവ് തള്ളിക്കളയത്തില്ല. കർത്താവിൻ്റെ ഒരു വേറെ ജഡ്ജസിലൊരു സംഭവം ഉണ്ട്, ഓർക്കുന്നോ? ജഡ്ജസിൽ അവർ കണ്ടിന്യൂസ്ലി ദേ ആർ റെബല്യസ്. 10 തവണ റെബല്യം ചെയ്തു. 11ാമതൊരു ആവശ്യമായിട്ട് ചെല്ലുമ്പോൾ എന്താ പറയുന്നത്? യു മേ നോട്ട് ബി നോയിങ്. എന്താ ബെൻസി? എന്താ ഇല്ല, നിങ്ങളൊക്കെ സീനിയർ ആൾക്കാർ, സീനിയർ സിറ്റിസൺസാ. എന്താ നിങ്ങളുടെ? അതെ, നിങ്ങൾ വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് പോക്കും, എൻ്റെ അടുത്തേക്ക് വരണ്ട, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരണ്ടെന്ന് പറയും. പക്ഷെ അവർ പറയില്ല, ഒന്നുകൂടെ പ്ലീസ്, വൺസ് മോർ പ്ലീസ്. അപ്പൊ ദൈവം എന്താ പറയുന്നത്? അതൊരു ടച്ചിങ് വേർഡാ. എന്താ സ്റ്റെഫീസ്? ഇതൊന്നും വായിക്കണ്ടല്ലോ. നമ്മളിപ്പോൾ ഒത്തിരി ഡിഗ്രിയൊക്കെ ലോകത്തിൽ ഒത്തിരി പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ബൈബിൾ വായിക്കുന്ന ഒരു സമയം കിട്ടിയിട്ടില്ല. പോട്ടെ, നോ പ്രോബ്ലം. ശരിയല്ലേ? നമ്മെ കറക്റ്റ് അല്ലെ? നോക്കി, ബൈബിൾ ഇത്ര ഉള്ളൊരു ബുക്ക്, ഇതിനേക്കാൾ എത്രയോ വലിയ ബുക്കുകൾ, സോ മെനി ബുക്സ് യു സ്റ്റഡീഡ് ഇൻ യുവർ യൂണിവേഴ്സിറ്റി. ശരിയല്ലേ ബെൻസി? ഇതിനേക്കാൾ എത്രയോ വലിയ ബുക്കുകൾ പഠിച്ചാലും ഒരു ഡിഗ്രി കിട്ടും. നമ്മെ കറക്റ്റ് ഡാൻ. അതെ, ഇത്രയും വലുപ്പമുള്ള എത്ര ബുക്കുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സോ സ്മോൾ. പക്ഷെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല. ശരിയല്ലേ ഡേവിഡ്?
ഗോ ടു ജഡ്ജസ് 10:16 ഞാൻ പറഞ്ഞില്ല, കറക്റ്റ് സ്ഥലം അറിയണ്ട, അത് പഠിപ്പിക്കാൻ മാത്രം ആവശ്യമായിട്ടുള്ള ഒരു കാര്യം. ബട്ട് എഴുതിയേക്കുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് അങ്ങനെയല്ല, ഇംഗ്ലീഷിലെ വേർഡ് ഈസ് വെരി ടച്ചിങ്. 10:16 ഇംഗ്ലീഷ് ഒന്ന് വായിക്കോ. So they put away the foreign gods from among them and served the Lord. Yeah. And his soul could no longer അല്ല, ശ്രദ്ധിച്ചു നോക്കണം, ദൈവത്തിന്റെ ഹൃദയ. ആൻഡ് ഹിസ് സോൾ കുഡ് നോ ലോങ്ങർ endure the misery of Israel. കണ്ടോ, ഹിസ് സോൾ കുഡ് നോ ലോങ്ങർ എൻഡ്യൂർ ദി മിസറി ഓഫ് ഇസ്രായേൽ. ഇറ്റ് ഈസ് ട്രൂ ഫോർ us. നമ്മൾ ഇസ്രായേലിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാ. വേറൊരു ട്രാൻസ്ലേഷൻ NIV എന്ന് വായിക്കാം. They got rid of the foreign gods among them, and they served the Lord. And he could bear Israel's misery no longer. കണ്ടോ, ഹി കുഡ് ബെയർ ഇസ്രായേൽസ് മിസറി നോ ലോങ്ങർ. ഇറ്റ് ഈസ് ടൈം. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കഷ്ടം സഹിക്കുന്നത്, ലോകത്തിലെല്ലാവരും കഷ്ടം സഹിക്കുന്നുണ്ട്, നമ്മൾ കഷ്ടം സഹിക്കുന്ന ഒരാള് കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഹി കുഡ് നോ ലോങ്ങർ ബെയർ ഹി കുഡ് നോട്ട് ടോളറേറ്റ് ദിസ് അവർ സഫറിങ്സ്. കർത്താവിന് നമ്മുടെ കഷ്ടം കണ്ടിരിക്കാൻ പറ്റത്തില്ല. ഹി കുഡ് നോ. അപ്പൊ പറഞ്ഞ് 10 തവണ കുഴപ്പമുണ്ടാക്കി, എന്നിട്ട് പറയാ വീണ്ടും പ്ലീസ് അല്ലേ എന്ന് പറഞ്ഞു. എന്നപ്പോൾ ദൈവം വീണ്ടും റീസൺ പറയുന്നത് എന്താ? ഹി കുഡ് നോ ലോങ്ങർ ബെയർ ദെയർ ടോളറേറ്റ് ദെയർ മിസറി. മനുഷ്യന്റെ ദുഃഖം കണ്ടപ്പോൾ കർത്താവിന്, കാരണം കർത്താവിന്റെ അടുത്തേക്ക് ചെന്നാല് ഇപ്പോൾ വൺ ഓഫ് ദി മോസ്റ്റ് വിക്കറ്റ് കിങ് ആഹാബ് അല്ലേ. ആഹാബ് നാബോത്തിനെ എറിഞ്ഞ് കല്ലെറിഞ്ഞൊക്കെ കൊല്ലിച്ചു, വെരി ക്രൂവൽ തിങ് ഒക്കെ ചെയ്തു. എന്നിട്ട് നാബോത്ത് ഒന്ന് ആഹാബ് ഒന്ന് കരഞ്ഞപ്പോഴത്തേക്കും ആ ദേഷ്യം എല്ലാം പോയിട്ട് കരുണയായി ദൈവത്തിന് അല്ലേ. നോക്ക ചെയ്ത കാര്യം വെച്ചിട്ടാണെങ്കിൽ ആഹാബിനോട് ഒരു കരുണയ്ക്കും ഡിസേർവിങ് അല്ല. ശരിയാണോ? അപ്പോൾ പറയാ വേണ്ട, ഇത് ഞാൻ നിന്റെ ലൈഫ് ടൈമിൽ ചെയ്യുന്നില്ല, ക്ഷമിച്ചു കൊടുത്തു. വി ആർ ടു സ്റ്റഡി ദി ക്യാരക്ടർ ഓഫ് ദി ലോർഡ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ ചെയ്താലും, പക്ഷെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദർ ഈസ് എ ലിമിറ്റ്. എപ്പോഴാണ് ലിമിറ്റ് വരുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഇന്റലിജന്റ് പീപ്പിൾ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യരുത് ദൈവത്തിന്റെ ക്ഷമയെ. ദൈവം ഇങ്ങനെ ക്ഷമിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ ഇസ്രായേൽക്കാർക്ക് പറ്റിയത്. 9 തവണ ക്ഷമിച്ചു ഇല്ലേ. 10ാമതും ചെയ്തപ്പോൾ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല. അതിനുശേഷം അവർ റെമഡിയൽ മെഷേഴ്സ് സീക്ക് ചെയ്തു. നോ, സൈന്യങ്ങളുടെ കർത്താവ് തീരുമാനം എടുത്തിരിക്കെ ഇനി രക്ഷയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസം എന്ന് പറയുന്നത്, നോക്ക്, ഇത് നമ്മൾ ഇതിൽ നിന്നാണ് ഈ കർത്താവിന്റെ ക്യാരക്ടർ പഠിക്കുന്നത്. അല്ലെങ്കിൽ നോക്ക്, ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ കർത്താവിനോട് ചോദിച്ചു നോക്ക്. ഐ ക്യാൻ ചലഞ്ച് യു. കർത്താവ് ഒരിക്കലും കൈവടിയത്തില്ല. ദാറ്റ്സ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ഇതിൽ വിശ്വസിക്കില്ലെങ്കിൽ ഹീസ് നോട്ട് ഡ്യൂട്ടി ബൗണ്ട്. ഈ ജെറമിയ 1:12 വായിക്കുമ്പോൾ അപ്പോൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ നന്നായി കണ്ടു, എന്റെ വചനം നിറവേറ്റാൻ ആ വചനത്തിൽ ഞാൻ ജാഗ്രതയുള്ളവനാണ്. അതെ, ഓക്കെ. അപ്പൊ നോക്ക്, നമ്മൾ കർത്താവില് വിശ്വസിച്ചിരുന്നാല് കർത്താവ് എന്താ പറയുന്നത്? ഹീസ് ഡ്യൂട്ടി ബൗണ്ട് ടു ഫുൾഫിൽ ഇറ്റ് അല്ലെ. എന്റെ വചനം നിറവേറ്റുന്ന കാര്യത്തിൽ ഞാൻ ആലോചിച്ചു. നമ്മളിപ്പോ ഒരാൾക്കൊരു വാക്ക് കൊടുത്തു, ശരി 10-ാം തീയതിക്ക് മുമ്പ് ഞാൻ ഇന്ന കാര്യം സാധിച്ചു തന്നേക്കാം. നമ്മളതിന് ഡ്യൂട്ടി ബൗണ്ട് ടു ഫുൾഫിൽ അല്ലേ. നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കും, 10-ാം തീയതിക്ക് മുമ്പ് ഞാൻ സാധിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞേക്കുന്നതാണ്. സോ ദൈവം അപ്പം എത്ര കെയർഫുൾ ആയിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ദൈവത്തിൻ്റെ ടൈമിങ്, നമ്മളത് ടച്ച് ചെയ്യേണ്ട വേർഡുകളാണ്. 430 വർഷം തികഞ്ഞ എത്ര ജനറേഷൻ കടന്നുപോയി, പക്ഷെ ദൈവം മറന്നുപോയില്ല. 430 വർഷം തികഞ്ഞ ആ ദിവസം തന്നെ ദൈവം അവരെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. Psalms 75:2 വായിക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കും. When I choose the proper time, I will judge uprightly. ഞാൻ നിർണയിക്കുന്ന നിശ്ചിത സമയത്ത് നീതിപൂർവ്വം ഞാൻ വിധിക്കും. നമ്മൾ മെനി ടൈംസ് വി ആർ പ്രേയിങ്, നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം എപ്പോഴാണ് കിട്ടണ്ടേ? നമ്മുടെ സമയത്ത് അല്ലെ? അങ്ങനെയല്ലേ? നോർമൽ ദാറ്റ്സ് ഹ്യൂമൻ നേച്ചർ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ കിട്ടണം, വേണ്ടേ? അബ്രാഹത്തിന് വാഗ്ദത്തം കൊടുത്തു 75 വയസ്സിൽ, പക്ഷെ വാഗ്ദത്തം നിറവേറിയത് 100 വയസ്സിലാണ്. അപ്പോൾ
ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിർണയിക്കുന്ന നിശ്ചിത സമയത്ത് നീതിപൂർവ്വം ഞാൻ വിധിക്കും. അപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം, നമ്മളിപ്പോൾ ഒരു കാര്യം പ്രാർത്ഥിക്കുക, ഈ കിട്ടുന്ന ഉത്തരത്തിൻ്റെ ടൈം ഇപ്പോൾ അബ്രാഹത്തിന് 25 വർഷം കഴിഞ്ഞ് കിട്ടി. ഈ ടൈമിൻ്റെ മേൽ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ഒരു അപ്ലൈ യുവർ ബ്രെയിൻ. നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് ആ ടൈം സ്പാനിൽ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? പഠിച്ചേ ബൈബിളിൽ നിന്ന് നോക്കിയിട്ട് പറയണം. എന്താ ബെൻസി? ഓക്കെ, നമ്മൾ നോക്കാം. ബൈബിള് എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പഠിക്കാൻ ദൈവം പെർമിഷൻ തന്നിട്ടുണ്ട്. എന്താ വാടീസേലയാ? ഡു യു ഹാവ് എനി കൺട്രോൾ? ഈ നമുക്ക് ആൻസേർഡ് പ്രയറിൻ്റെ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കൺട്രോൾ ഉണ്ടോ? ബൈബിൾ അറിയണ്ട. യു അപ്ലൈ യുവർ ബ്രെയിൻ ആൻഡ് സീ ദി ഇൻസിഡൻസ് ഹാപ്പൻഡ് ഇൻ ദി ബൈബിൾ. എന്താ ഡേവിഡ്? ഓക്കെ, ഇപ്പം അബ്രാഹത്തിന് വാഗ്ദത്തം കൊടുത്തു 75 വയസ്സിൽ. Then he was put into a test. ഇല്ലേ? ടെസ്റ്റിൽ ജയിച്ചോ തോറ്റോ? തോറ്റുപോയി. And it is delayed. ആ ടെസ്റ്റിൽ 85 വയസ്സിലായിരുന്നു ടെസ്റ്റ് പാസ്സായി. പ്രോബ്ലി 86-ാമത്തെ വയസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ നമുക്ക് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ദൈവകാര്യത്തിൽ തീഷ്ണതയുള്ളവരുടെ കാര്യത്തിലും തീഷ്ണത ഇല്ലാത്തവരുടെ കാര്യത്തിലും ഒരുപോലെയാണോ ദൈവം റെസ്പോണ്ട് ചെയ്യുന്നത്? ആണോ? അപ്പോൾ പിന്നെ ബോൾ നമ്മുടെ കോർട്ടിലല്ലേ. ഇപ്പോൾ ജോബ് 8:5 വായിക്കുമ്പോൾ അതൊന്ന് വായിക്കും. നീ ദൈവത്തെ തേടുകയും സർവശക്തനോട് യാചിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും പരമാർത്ഥിയുമെങ്കിൽ തീർച്ചയായും അവൻ നിന്റെ കാര്യത്തിൽ ഉണർവുള്ളവനാകും. അല്ലെങ്കിലോ? ഫയല് തള്ളിക്കളയത്തില്ല. ഈ ഓഫീസിലൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഈ ഓഫീസിൽ പ്യൂൺമാരുണ്ട്. പണ്ടിപ്പോൾ പ്യൂൺമാർ നിർത്തിക്കളഞ്ഞു ഗവൺമെൻറ്. ഈ പ്യൂണിന് കൊണ്ട് ഇത്തിരി കൈക്കൂലി കൊടുത്താൽ അടിയിലിരിക്കുന്ന ഫയൽ മോളിൽ കയറ്റി വയ്ക്കും. അമ്മ കറക്റ്റ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഇത് കൈക്കൂലി കൊടുത്ത് കയറ്റാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങനെ കയറ്റി വയ്ക്കുന്നത്? എങ്ങനെയാണ്? അടിയിലത്തെ ഫയൽ മോളിൽ കയറണം. എന്ത് ചെയ്യണം? ഉണ്ടാൻ നീ നിർമ്മലിനും പരമാർത്ഥിയെങ്കിൽ ഫയൽ മോളിൽ കയറും, അല്ലെങ്കിൽ ഫയൽ അടിയിലേക്ക് പോകും. അപ്പോൾ ഈ നിർമ്മലിനും പരമാർത്ഥിയായിട്ടുള്ള ആളുടെ ഫയൽ മോളിൽ കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിർമ്മലിനും പരമാർത്ഥി അല്ലാത്ത ആളുടെ ഫയൽ കൂടുതൽ താഴേക്ക് പോകുന്നുണ്ട്. ദാറ്റ്സ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതുകൊണ്ട് ഞാൻ ഓൾവേസ് ഐ ആം ടെല്ലിങ്, പിള്ളേരോട് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ കാര്യത്തിൽ തീഷ്ണരായിരിക്കണം. അല്ലെങ്കിൽ യു ആർ മിസ്സിങ് സോ മെനി തിങ്സ് വിച്ച് ലോർഡ് ഈസ് പ്ലാനിങ് ടു ഡു ഇൻ യുവർ ലൈഫ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വിഭാവനം ചെയ്യുന്ന പലതും നഷ്ടപ്പെട്ടു പോകും. അല്ലെ? നോക്ക്, ഈ മോസ്റ്റ്ലി ഈ മർത്തോമക്കാർ പറയുന്ന ഒരുപാട്, ഞാനിങ്ങനെ ഡിനോമിനേഷൻ്റെ പേരൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. സ്റ്റെഫി, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. മർത്തോമക്കാരോട് ചോദിച്ചു. കാരണം ഓരോരുത്തർക്കും ഒരു ക്യാരക്ടർ ഉണ്ട്. കത്തോലിക്കർക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, യാക്കോബക്കാർക്കുണ്ട്, മർത്തോമക്കാർക്കുണ്ട്, യാക്കോബ് ഓർത്തഡോക്സിനുണ്ട്, യാക്കോബിനുണ്ട്, പെന്തിക്കോസുകാർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. മർത്തോമക്കാർ ഫ്രീക്വൻ്റ് ഉപയോഗിക്കുന്ന വേണം ദൈവഹിതമാണെങ്കിൽ നടക്കും. ദൈവഹിതം പോലെയല്ലേ അച്ചായം നടക്കുകയുള്ളൂ. പക്ഷെ ഇത് മോസ്റ്റ് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ് തിങ് തന്നെ. ദൈവഹിതം പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് സത്യം. അതൊരു പ്രാർത്ഥനയല്ലേ? കർത്താവ് അവിടുത്തെ തീരുമാനിച്ച സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണ്. ഈ ഭൂമിയിൽ ഒന്നും ദൈവഹിതം നടപ്പിലാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുന്നില്ല, എൻ്റെ ജീവിതത്തിലും ഇല്ല, ആരുടെയും ജീവിതത്തിൽ ദൈവഹിതം നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ദൈവത്തിന്റെ ഹിതമല്ല നടപ്പിലാകുന്നത്. ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് ഗുഡ്. നമ്മുടെ ജീവിതത്തിൽ ഒരു തിന്മയും നമ്മൾ ഈ ലാമന്റേഷൻസിൽ വായിക്കുന്നില്ല. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രരെ. ഒരിക്കലും നമുക്ക് ദുഃഖം തരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് ദൈവത്തിന്റെ ദുഃഖം. പക്ഷെ ദുഃഖം വരുന്നില്ല നമ്മുടെ ജീവിതത്തിൽ. സോ മെനി ദൈവഹിതം അല്ല അത്. കാരണം ഇത് ഇപ്പൊ ചേസനിങ് ദൈവഹിതമാണ്. ദൈവം ചേസൻ ചെയ്യുന്ന എന്തിനു വേണ്ടി? പ്രൈമറി പർപ്പസ്. ഞാൻ എന്ന് ചോദിക്കുന്നത്, ഇനി അറിയില്ല എന്ന് പറയും. പ്രൈമറി പർപ്പസ് ഓഫ് ചേസനിങ് എന്താ? വൺ വേർഡ് ആൻസർ, പ്രൈമറി പർപ്പസ്. ഒത്തിരി പർപ്പസ് ഉണ്ട്, ഒത്തിരി രീതി ചെയ്തിട്ടുണ്ട് ദൈവം. ബാലശിക്ഷയൊക്കെ തരാറുണ്ട്. പ്രൈമറി പർപ്പസ് ഉണ്ട്, സിംഗിൾ പർപ്പസ്. കറക്റ്റ്, വിശുദ്ധിയിൽ വളരാൻ വേണ്ടി. അപ്പൊ വിശുദ്ധി വളരുന്നത്
ത്രൂ ദി വാഷിംഗ് ഓഫ് ദി വേർഡ്. വാഷിംഗ് ഓഫ് ദി വേർഡ് മീൻസ് ഒബീഡിയൻസ് ടു ദി വേർഡ്. അപ്പോൾ ഡിസൊബീഡിയൻസ് വരുമ്പോൾ മാത്രമേ ചേഞ്ചിങ് വരത്തുള്ളൂ. ഇതിനകത്ത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ടൈം തീരുമാനിക്കുന്നത് ദൈവമാണ്, ഇറ്റ് ഇസ് ട്രൂ. പക്ഷെ ദൈവം നമ്മൾ ഈ പാടുന്നതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്ത ബൈബിളിലെ സത്യങ്ങൾ നമ്മൾ പാടാറില്ലേ. വാഗ്ദത്തം തന്നവൻ. ഏലിയുടെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു? ഏലിയോട് പറഞ്ഞു, ഇങ്ങനെ നമ്മളെന്നും ചിന്തിക്കുന്ന എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് നൗ ഐ സേ ദിസ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. അപ്പൊ വാഗ്ദത്തം നൽകിയ വാക്ക് മാറിയോ? അതേപോലെ നമ്മൾ ഈ പറയുന്നത് പലതും ഒരു പാർഷ്യൽ ട്രൂത്താണ്, ഹാഫ് ട്രൂത്താണ്. കാരണം അപ്പൊ നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ, എല്ലാ വാഗ്ദത്തവും കണ്ടീഷനില്ല. ദാവീദിനോട് പറഞ്ഞു നിന്റെ സിംഹാസനം ചിരപ്രതിഷ്ഠിതമായിരിക്കും, അല്ലേ? അബ്രാഹത്തോട് പറഞ്ഞു നീ മക്കളെ ഭക്തിയിൽ വളർത്തും എന്നുള്ള കണ്ടീഷനിലാണ് ഈ വാഗ്ദത്തങ്ങൾ. ഇതെല്ലാം എഴുതിയിരിക്കുന്ന നോക്കാം. അപ്പൊ നമ്മൾ ഈ കണ്ടീഷൻസ് പഠിപ്പിക്കാതെ വാഗ്ദത്തം പഠിപ്പിക്കുന്നതാണ് ഇത് ഡിസെപ്ഷൻ ഓഫ് ദി 21st സെഞ്ചുറി. അപ്പൊ ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. സെക്കൻഡ് പാർട്ട് പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തരുന്നതിൽ കമ്മിങ് ബാക്ക് ടു മാർക്ക് 11. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിൽ ടൈമിങ്ങിൽ നമുക്കൊരു വലിയ സീരിയസ് റോൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. എ ഫെയ്ത്ത് ബിഫോർ ആൻസറിങ് ഇറ്റ് വിൽ ബി ടെസ്റ്റഡ്. എവരിബഡീസ് ഫെയ്ത്ത്. കാരണം നമ്മൾ വിചാരിക്കുന്നില്ല ദൈവത്തിനെല്ലാം അറിയില്ല. ആൾക്കാർ പറയുന്ന കുറെ പൊട്ടത്തരങ്ങളുണ്ട്. അബ്രാഹം ഇസ്ഹാക്കിന് ബലി അർപ്പിക്കാൻ പറഞ്ഞപ്പോഴേ അറിയായിരുന്നു അബ്രാഹം അനുസരിക്കുമെന്ന്. പിന്നെ പറയണ്ടല്ലോ, നൗ ഐ നോ ദാറ്റ് യു റിയലി ഫിയർ ഗോഡ്. നോക്കി ബൈബിൾ എഴുതിയേക്കുന്നത് അതുപോലെ ഞങ്ങൾ വിശ്വസിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? മനുഷ്യന് ഫ്രീ വില്ല് കൊടുത്തേക്കും. അബ്രാഹത്തിന് അനുസരിക്കുകയും ചെയ്യായിരുന്നു. കർത്താവ് പോളിന് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പോൾ അനുസരിച്ചോളണമെന്നുണ്ടോ? ഇല്ല. എന്താ എഴുതി? തിരുവഴുത്ത് എന്ത് പറയുന്നു? പോളി ചോദിക്കുന്ന പാടില്ല. തിരുവഴുത്ത് എന്ത് പറയും? എന്താ സ്ഥിതി? തിരുവഴുത്ത് എന്ത് പറയുന്നു പോളിന്റെ കൺവേർഷനെ കുറിച്ച്? പോളിന് ആൾക്കാർ പറയാറുണ്ട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട പോലെ എനിക്ക്, അല്ല പോളിന് പ്രത്യക്ഷപ്പെട്ട പോലെ എനിക്കും പ്രത്യക്ഷപ്പെട്ട, ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. തിരുവഴുത്ത് എന്ത് പറയുന്നു? I obeyed എന്നല്ല, I was not disobedient. Acts 26:19 I think. അപ്പൊ നമ്മൾ ഈ പാർഷ്യൽ ട്രൂത്ത് അല്ലാതെ ഫുൾ ട്രൂത്ത് പഠിക്കണം. കർത്താവ് സത്യം അറിയുകയും, അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പ്രാർത്ഥനയ്ക്ക് ഉത്തരവൊക്കെ ഡിലേ ആകുന്നതിന്റെ ഒക്കെ പിന്നിൽ നമ്മുടെ റോൾ, നമ്മുടെ സൈഡ് ക്ലിയർ ആക്കി പറ്റും. അപ്പൊ പിന്നെ ദൈവത്തിന്റെ സമയം വായിച്ചു 26:19. അല്ലയോ അഗ്രിപ്പ രാജാവേ, ആയതിനാൽ ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയില്ല. അതിന്റെ അർത്ഥം എന്താ? ആ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാട്ടിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരണക്കേട് കാട്ടായിരുന്നു. ഇല്ല, അങ്ങനെയല്ലേ? ഇപ്പൊ ഒരാൾ സുവിശേഷം കേൾക്കുന്നു, അനുസരിക്കാതിരിക്കുകയും ചെയ്യാം. അപ്പൊ ഇത് എപ്പോഴും ദൈവം മനുഷ്യന്റെ റെസ്പോൺസ്, മനുഷ്യന്റെ ഫ്രീ മോറൽ ബീങ് ആയിട്ട് ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ ഉത്തരം പറഞ്ഞേ പറ്റൂ, അല്ലെ പിന്നെ ജഡ്ജ്മെന്റിന് തന്നെ മീനിങ് ഇല്ലാതായിത്തീരും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവിന് വേണ്ടിയിട്ട് എത്രത്തോളം തീക്ഷ്ണമായിട്ട് ജീവിക്കാൻ പറ്റുന്നു, ദാറ്റ് ഈസ് ദി വൈസസ്റ്റ് മാൻ. ഏറ്റവും ബുദ്ധിയുള്ള ജീവിതം എന്ന് പറയുന്നത് അതാ. അതുകൊണ്ട് നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആക്കാൻ പറ്റും എല്ലാവർക്കും. നമ്മൾ ചിന്തിക്കുന്നില്ലേ, ഡിലിജന്റ്, മാക്സിമം എഫേർട്ടാണ്. മാക്സിമം നമുക്ക് എല്ലാവർക്കും ഇമ്പ്രൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അപ്പൊ ഇതില് നമ്മൾ വിശ്വാസം എന്നുള്ളൊരു പോയിന്റ് കർത്താവിന് നോക്കി. കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. കർത്താവ് ഒരിക്കലും വാക്കുമാറില്ല. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങൾക്കുമുള്ള യേസ് കർത്താവായ യേശു ക്രിസ്തുവില്ല, അല്ലേ? എവിടെ സ്ഥിതി? ഓൾ ദി പ്രോമിസസ് ഓഫ് ഗോഡ് ആർ യേസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അപ്പൊ ഈ അവിശ്വാസികൾ പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ ദൈവം നോയും പറയാറുണ്ടെന്ന്. ബൈബിൾ ഒരിടത്തും എഴുതിയിട്ടില്ല. കേട്ടിട്ടില്ല, അങ്ങനെ പറയുന്നെങ്കിലും കേട്ടിട്ടില്ലേ? മമ്മി കേട്ടിട്ടില്ല? മമ്മി എന്താണെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? ചിലപ്പോൾ ദൈവം നോയും പറയുന്നു. ദൈവം നോ പറയുന്നത് എങ്ങനെയുള്ള കാര്യത്തിൽ? എഴുതപ്പെടാത്ത കാര്യങ്ങൾക്കാണ്. എഴുതപ്പെട്ടിരിക്കുന്ന വാഗ്ദത്തം നൽകിയിരിക്കുന്ന ഒരു കാര്യത്തോടും ദൈവത്തിന് നോ പറയാൻ പറ്റത്തില്ല. എങ്ങനെ ദൈവം, ഹൗ ഗോഡ് ക്യാൻ ഡിനൈ ഹിംസെൽഫ്? ഏതാ? വെരി ഗുഡ്. 2 Corinthians 1:20. ദൈവത്തിന്റെ സകല വാഗ്ദത്തങ്ങൾക്കുള്ള അതെയാണ് ദൈവത്തിലുള്ളത്. നോ ഇല്ല ദൈവത്തിൽ നിന്ന്. നോ ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാർ അവിശ്വാസികളിൽ നിന്ന് അവനവന് കിട്ടാതെ വരുമ്പോൾ, ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അവനവന് കിട്ടാതെ വരുമ്പോൾ എന്ത് പറയും? ദൈവം ചിലപ്പോഴും നോയും പറയും. പക്ഷെ അത് ദൈവം നോ പറയുന്നതിന് അപ്പൊ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കമ്മിങ് ബാക്ക് ടു മാർക്ക് 11. ബാബു നോക്കി 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയിൽ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആരോടെങ്കിലും വല്ല വിരോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ അതിക്രമങ്ങൾ നിങ്ങളോടും പൊറുക്കേണ്ടതിനാണ് ഇത്. അപ്പൊ നമുക്ക് ആൻസേർഡ് പ്രയർ നമുക്ക് എന്റെ രണ്ടായിട്ട് തിരിക്കാം. എ ബി. എയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അത് മീനിങ്ലെസ്. നമ്മളൊരു കാര്യം വിശ്വസിക്കാതെ ദൈവത്തോട് പോയി ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നോ. പക്ഷേ സെക്കൻഡ് പാർട്ട് അഗെയിൻ യു ഹാവ് ടു തിങ്ക്. വിശ്വാസമുണ്ട്, പക്ഷെ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലേ കിട്ടില്ല. ദാറ്റ് മീൻസ് ഈ സെക്കൻഡ് പാർട്ട് ഇത് നമ്മൾ ജനറലൈസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഫുൾഫിൽ ദി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മതി. ശരിയല്ലേ? ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ലല്ലോ. അതായത് അതായത് വിശ്വാസം ഉണ്ടായിരിക്കണം. സെക്കൻഡ് പാർട്ട് കർത്താവ് പറയും യു ഹാവ് ടു ഫുൾഫിൽ ദി കണ്ടീഷൻ. ബൈബിൾ ഈസ് ഫിൽഡ് വിത്ത് ലോട്ട് ഓഫ് എക്സാമ്പിൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോഷുവ ആയിൽ തോറ്റു കഴിഞ്ഞപ്പോൾ പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ എന്താ ദൈവം എന്താ ജോഷുവോട് പറഞ്ഞു? എന്തല്ലേ ഇത് കഴിഞ്ഞ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ പറഞ്ഞു അറിയില്ല എന്ന് പറയാൻ പറഞ്ഞു. ജോഷുവോട് എന്ത് പറഞ്ഞു? പെട്ടെന്ന് പറഞ്ഞു, സമയമില്ല, പെട്ടെന്ന് പറഞ്ഞു. എന്താ ലോറനോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി അടിയിലോട്ട് നോക്കി. യു ടെൽ മീ. എന്താ കിച്ചു യു ടെൽ മീ. അറിയണ അവർക്ക് പറയാം. എന്താ മോനെ? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചില്ലേ? അത് ശരിയായില്ല. ബെൻസി ഓർക്കുന്നോ? യു നോ ഇറ്റ്. Why are you fasting and praying? ആ അന്നേരം അടുത്ത സെന്റൻസ് എന്താ? When there is some സിന്ന് ചെയ്തിരിക്കുന്നു, പാപം ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ദെൻ ദാവീദിന്റെ കാലത്ത് 3 വർഷം ക്ഷാമം ഉണ്ടായി. 1-ാം വർഷം ചോദിച്ചില്ല, 2-ാം വർഷം ചോദിച്ചില്ല, 3-ാം വർഷം ചോദിച്ചില്ല. പ്രശ്നമുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. യെർമ്യാ 7:16 ഈ ജനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിച്ചാൽ ഞാൻ കേൾക്കില്ല. അടുത്ത സെന്റൻസ് എന്താ? ഇവരെന്താ ചെയ്യുന്നതെന്ന് കാണുന്നില്ല. ദാറ്റ് മീൻസ് ഇതിന്റെ വൈഡ്സ് എന്താ പറയുക, ആംപ്ലിഫിക്കേഷൻ അത്. അതായത് ഫെയ്ത്ത് സെക്കൻഡ് പാർട്ട് യു ഹാവ് ടു ഫുൾഫിൽ ദി കണ്ടീഷൻസ്. കർത്താവ് വച്ചേക്കുന്ന കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തേ പറ്റൂ. സാം 66:18 വായിക്കുമ്പോൾ എന്റെ ഹൃദയത്തിൽ ഞാൻ അപരാധം വെച്ചു പുലർത്തിയിരുന്നെങ്കിൽ കർത്താവ് എന്നെ ചെവിക്കൊള്ളുമായിരുന്നില്ല. ഓക്കെ, അത് ഈ സങ്കീർത്തനം ആദ്യമാണെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ആരെങ്കിലും ആട്ടെ. അപ്പോൾ 66:18 നമുക്ക് വലിയൊരു കാര്യം കിട്ടുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അപരാധം വച്ച് പുലർത്തിയിരുന്നെങ്കിൽ കർത്താവ് എന്നെ ചെവിക്കൊള്ളുമായിരുന്നില്ല. എന്നാൽ ദൈവം സത്യമായി ചെവിക്കൊണ്ടു, എൻ്റെ പ്രാർത്ഥനാസ്വരം അവൻ കേട്ടു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര ക്ലിയർ. അപ്പൊ നമ്മുടെ ഹൃദയമാണ് ഇത്. പുറമെ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്, ആണോ? എന്റെ ഹൃദയത്തിൽ ഞാൻ അപരാധം വച്ചു പുലർത്തിയിരുന്നെങ്കിൽ കർത്താവ് എന്നെ ചെവിക്കൊള്ളുമായിരുന്നില്ല. ഇപ്പം ഈ മാർക്ക് ചാപ്റ്റർ 11 ഇത് ഹൃദയത്തിനകത്തൊരു കാര്യം കർത്താവ് പറഞ്ഞു, ആരോടെങ്കിലും വല്ല വിരോധവും ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്നാണ്. നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യുമ്പോഴേ ആരോടെങ്കിലും വല്ല വിരോധം ഉണ്ടോ? എന്നോട് പറയണ്ട, ജസ്റ്റ് തിങ്ക്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഉണ്ടോ? അതായത് പ്രീവിയസ് ഇൻസിഡന്റ് വെച്ചാൽ വിരോധം ഉണ്ടാകുന്ന മനുഷ്യർക്ക് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാകത്തില്ല. ആരെങ്കിലും എന്തെങ്കിലും നമ്മളോട് ചീത്തയായിട്ട് സംസാരിച്ചതോ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മളോട് പെരുമാറാത്തതോ, അല്ലെങ്കിൽ എന്താ പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ നമ്മളോട് ബിഹേവ് ചെയ്തില്ല, ഇതിന്റെ എന്തെങ്കിലും അതിന്റെ പേരിൽ ശരി മറ്റുള്ളവരുടെ ക്യാരക്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. വാട്ട് ദേ ആർ ഡൂയിങ് ഷോസ് ദെയർ ക്യാരക്ടർ, നോട്ട് അവർ ക്യാരക്ടർ. അപ്പം മറ്റുള്ളവരുടെ ഒരു ബിഹേവിയർ മീൻസ് വാട്ട് എവർ ഇറ്റ് ഈസ്, അണ്ടർലൈൻ എനിത്തിങ്, അതിന്റെ പേരിൽ ശരി സംഭവിച്ചപ്പോൾ നമുക്ക് ഒരു മുറിവേറ്റിട്ടുണ്ടാകും, ഇറ്റ് ഇസ് ട്രൂ. അതിന്റെ പേരിൽ ആ ആളുടെ ഒരു തിന്മ ആഗ്രഹിക്കുന്നെങ്കിൽ അതായി വിരോധം വെച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ അത് ഫോർഗെറ്റിംഗ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്. നമ്മുടെ ബ്രെയിൻ ഇറേസ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. ബട്ട് യു ഹാവ് ടു ബിഹേവ് ആസ് ഇഫ് നത്തിങ് ഹാപ്പൻഡ്. അതാ മറക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ തലേന്ന് ഇപ്പോൾ ഒരു സംഭവം നമുക്ക് ഇന്ന് തുടങ്ങിയാൽ ഓർക്കില്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലും മാറ്റി കളയാൻ പറ്റുമോ? നോ. അതിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടില്ല ദൈവം. അപ്പോൾ ഇറേസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ ബിഹേവ് ആസ് ഇഫ് ദാറ്റ് ഇൻസിഡന്റ് ഡിഡ് നോട്ട് ഹാപ്പൻ ഇൻ ദി ലൈഫ്. അത് ചെയ്യാൻ പറ്റും.
ശരി, മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, അത് നമുക്ക് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റത്തില്ല, പറ്റുമോ? പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നത് അവരുടെ ക്യാരക്ടറാണ്, നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആരാന്ന് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആരോടെങ്കിലും വിരോധം, പകയോ പിണക്കോ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. പിന്നെ ആ ജനറൽ ഗ്രേസ് കിട്ടത്തുള്ളൂ. ദൈവം ദുഷ്ടന്റെ ശിഷ്ടന്റെ മേൽ മഴ പെയ്യും, സൂര്യൻ ഉദിപ്പിക്കുകയും ചെയ്യുന്ന ആ ഗ്രേസ് കിട്ടും. അല്ലാതെ ആസ് എ സൺ, ആസ് എ ഡോട്ടർ, യു വിൽ ലൂസ് ദി റൈറ്റ് ടു ആസ്ക് ദി ലോർഡ്. Psalm 41 എടുക്കുമ്പോൾ Psalm 41:11 എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, ഇതിനാൽ നീ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അതെ, അടുത്ത തന്നെ എന്നാൽ എന്റെ പരമാർത്ഥത നിമിത്തം നീ എന്നെ തുണയ്ക്കുന്നു, നിന്റെ സന്നിധിയിൽ നിത്യമായി എന്നെ നിലനിർത്തുന്നു. അതെ, അപ്പൊ ഇതില് എന്റെ ശത്രു എന്റെ മേൽ വിജയം നേടിയില്ല, ഇതിനാൽ നീ എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ശത്രു, ഇറ്റ് ക്യാൻ ബി ഇൻഡിവിജ്വൽ, ഇറ്റ് ക്യാൻ ബി സിറ്റുവേഷൻസ്, ഓർ ഇറ്റ് ക്യാൻ ബി എനി ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ. അപ്പൊ ഇതില് ഇപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയാം. വി ആർ നോട്ട് കോൾഡ് ടു ഇൻഹെറിറ്റ് ഡിഫീറ്റ്സ്. ഡിഫീറ്റ് അല്ല, ആണോ? ക്രിസ്തു യേശുവിലൂടെയുള്ള ഡിഫീറ്റാണോ നമുക്ക് വിഭാവനം ചെയ്തേക്കുന്നത്? ആണോ? അല്ല. വാട്ട് ഈസ് എൻവിസേജ് ഇൻ അവർ ലൈഫ് ഈസ് ഡിഫീറ്റാണ്. എന്താ എനിക്ക് എന്ന് പറയുന്നത്? ഡിഫീറ്റാണോ ദൈവം നമുക്ക് പ്ലാൻ ചെയ്തേക്കുന്നത്? അതേ വിക്ടറിയാണ്. എന്താ നമുക്ക് ഒരു ഡിഫീറ്റ്, ഒരു വിക്ടറിയാണോ ദൈവം പ്ലാൻ ചെയ്തേക്കുന്നത്? കണ്ടിന്യൂസ് വിക്ടറി ദൈവം പ്ലാൻ ചെയ്തേക്കുന്നത്. സോ നമ്മുടെ സ്റ്റെഡ് ഫാസ്റ്റ്നെസ് വിത്ത് ദി ലോർഡ് വിൽ ഡിസൈഡ് ഇറ്റ്. നമുക്ക് കണ്ടിന്യൂസ് വിക്ടറി ദൈവം പ്ലാൻ ചെയ്തേക്കുന്ന എഴുതിയേക്കുന്ന എവിടെയാ പെൻസിൽ? ക്വിക്ക് എഴുതിയിട്ടുണ്ടെന്ന് അറിയാം, അല്ല സ്ഥലം അറിയണ്ട. എന്താ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. സ്ഥലം അറിയണ്ട, എവിടെയാ, എന്തല്ലേ പറഞ്ഞേക്കുന്നത്? ആസ് ഫാർ ആസ് വിക്ടറി ഈസ് കൺസേൺഡ് ഇൻ ദ ബൈബിൾ, വാട്ട് ഡസ് ദി സ്ക്രിപ്ചർ സേസ്? പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. തിരുവഴുത്ത് എന്ത് പറയും? എന്താ ഡേവിഡ്, തിരുവഴുത്ത് എന്ത് പറയുന്നു? ആസ് ഫാർ ആസ് വിക്ടറി ഈസ് കൺസേൺഡ്. പോള് ഫ്രീക്വന്റ് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെ, തിരുവഴുത്ത് എന്ത് പറയുന്നു? വായിച്ചിട്ടില്ലേ? 2 Corinthians 2:14 തിരുവഴുത്ത് എന്ത് പറയുന്നു? ക്രിസ്തുവിൽ ഞങ്ങളെ സദാ വിജയത്തിലേക്ക് നയിക്കുന്നവനും. ക്രിസ്തുവിൽ ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിജയത്തിലേക്ക് നയിക്കുന്നവനാണ് ഇംഗ്ലീഷ്. Now thanks be to God who always leads us in triumph in Christ. Who always leads us into triumph. കിച്ചു ഇടയ്ക്ക് ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത് ശരിയായില്ല. ദാറ്റ് മീൻസ് യു ആർ നോട്ട് കോൺസെൻട്രേറ്റ്. ആം ഐ കറക്റ്റ്? അപ്പോ who always lead us to triumph. പക്ഷെ അത് കാണുന്നില്ല. കാണുന്നുണ്ടോ? സോ ദൈവം വാഗ്ദത്തത്തിൽ വിശ്വസ്തനല്ലാത്തതുകൊണ്ടാണോ? നമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടാണോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ ദൈവം, അപ്പൊ ഇതിനകത്ത് ദൈവം വിഭാവനം ചെയ്യുന്ന ജീവിതം ഇൻഹെറിറ്റ് ചെയ്യുന്ന അളവില് നമ്മൾ ആരും 100% തികഞ്ഞിട്ടില്ല. ബട്ട് വി ആർ ഇൻ ഡിഫറെന്റ് ലെവൽസ്. നമ്മൾ പല അളവിലാണ്. ശരിയല്ലേ? അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് പാർട്ട് ഒരു വൈഡ് സ്പ്രെഡ് സ്പെക്ട്രം, വൈഡായിട്ട് കിടക്കുന്ന. കാരണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൃത്യം ഇപ്പൊ നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ Proverbs 28:9 നിന്റെ ജനത്തെ രക്ഷിച്ചാലും. Proverbs നിയമം കേൾക്കാൻ ചെവി കൊടുക്കാത്തവന്റെ പ്രാർത്ഥന പോലും മ്ലേച്ഛതയാണ്. മ്ലേച്ഛത എന്ന് പറഞ്ഞാൽ അർത്ഥത്തിലുള്ള അർത്ഥത്തിലല്ല. മീൻസ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല എന്ന് ജനറലൈസ് ചെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ്
ഞാൻ ഇന്നും പറയുന്നൊരു കാര്യം, there should not be any non disobedience in our life. കാരണം ഒത്തിരി ഡിസൊബീഡിയൻസ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. ആസ് ലോങ് ആസ് ഇറ്റ് ഈസ് നോട്ട് റിവീൽഡ്, ദൈവം കണക്കി വയ്ക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിച്ച്, അപ്പൊ നമ്മളെ സംബന്ധിച്ച് കുറച്ചറിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കേണ്ടത്, അത് കൂടുതൽ അറിഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാനാണോ ആഗ്രഹിക്കേണ്ടത്? എന്താണ് which you prefer? കാരണം അറിയേണ്ട ഒരു കാര്യം, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഡിസൊബീഡിയൻസ് വിൽ ബ്രിങ് എ കലാമിറ്റി. ഇല്ലേ? അറിഞ്ഞോണ്ട് തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ കിട്ടും, അറിയാതെ തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടില്ലെന്നല്ല, ആണോ? അതെ. ഇപ്പം രണ്ട് കാര്യം നമ്മൾ എന്നും ചിന്തിക്കുന്ന ഭയത്തോടെ ഓർക്കേണ്ട കാര്യങ്ങളെ. ഇതിപ്പോ ഉസാ പോയി പേടകത്തെ തൊട്ടു, അറിഞ്ഞാണോ അറിയാതെയാണോ? അറിയാതെയാ. ബട്ട് ഹി വാസ് സപ്പോസ് ടു നോ. ഹിയല് ജെറിക്കോയ്ക്ക് അടിസ്ഥാനം ഇട്ടു, അറിഞ്ഞാണോ അറിയാതെയാണോ? ബട്ട് കലാമിറ്റി സഫർ ചെയ്തു, ഇല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തില് അതിൽ നിന്ന് നമ്മൾ അത് എന്താ അതിന്റെ ഇൻഫറൻസ് എന്താ? യു ടെൽ മീ. ഡിഫറെന്റ് പീപ്പിൾ ക്യാൻ ഹാവ് ഡിഫറെന്റ് ഇൻഫറൻസ്. എന്ത് ഇൻഫറൻസ് അതിൽ നിന്ന് നമ്മൾ എടുക്കണ്ടേ? അത് ഈ രണ്ട് എക്സാമ്പിൾ, ഒന്ന് ഉസ, ഒന്ന് ഹിയല്. രണ്ടുപേർ ഇതിൽ നിന്ന് എന്തായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ? എന്തായിരിക്കണം ബെൻസി? എന്താ പറ? തീർച്ചയായിട്ടും. അതായത് ഇഗ്നോറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. നമ്മൾ ഇത് അറിയേണ്ടവരാ. നിങ്ങൾ ഇസ്രായേലിലെ ആൾക്കാരല്ല, ഇസ്രായേലിലെ നമ്മൾ വി ആർ ഓൾ ക്യാരിങ് ദി ബർഡൻ ഓഫ് ദി ലോർഡ്. നിങ്ങളിത് അറിയേണ്ടവരല്ലേ എന്നൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. എവിടെയാണെന്ന് പറയാം? എവിടെ ചെയ്യും? വായിച്ചു. വായിക്കും, പെട്ടെന്ന് വായിക്കും, സമയം കളയും. പെട്ടെന്ന് വായിക്കും. കാരണം ദൈവം ചോദിക്കുന്ന കാര്യങ്ങളിത്. നിങ്ങളിത് അറിയേണ്ടവരല്ലേ എന്ന് ദൈവം ചോദിച്ചാൽ അറിയേണ്ടവരാണ്. എവിടെ ചെയ്യും? പെട്ടെന്ന് വായിക്കും. ജോണിന്ന് ഇതിൽ നിന്നല്ല നമ്മൾ ദൈവത്തിന്റെ ക്യാരക്ടറാണ് പഠിക്കുന്നത്. അതായത് ദൈവം, ഗോഡ് ഈസ് എക്സ്പെക്ടിങ് യു ടു നോ സർട്ടൺ തിങ്സ്. ഓരോ ഇഗ്നോറൻസിനും ഒരു എക്സ്ക്യൂസും കിട്ടത്തില്ല. ദാറ്റ്സ് ഇൻ മീഖ. മീഖ 3:1 പഠിക്കുന്നത്. പെട്ടെന്ന് വായിക്കും ബാബു, മലയാളം വായിച്ചാൽ മതി. Verse 1. ഇംഗ്ലീഷ് വായിച്ചു. ഞാൻ പറഞ്ഞു, യാക്കോബിന്റെ തലവന്മാരെ, ഇസ്രായേൽ ഭവനത്തിന്റെ ഭരണാധിപരെ, കേൾക്കൂ. ന്യായം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? മതി. ന്യായം എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? ചോദിച്ചില്ല, അതിന്റെ ഉത്തരം എന്താ? അറിയേണ്ടതാണെന്നാ. ഇംഗ്ലീഷ്. And I said, hear now, O heads of Jacob, and you rulers of the house of Israel. Is it not for you to know justice? അതെ. Then I said, listen, you leaders of Jacob, you rulers of Israel. Should you not embrace justice? Should you not embrace justice? Yeah. Should you? ഇത് നമ്മൾ അറിയേണ്ട മലയാളം. കാരണം ഇംഗ്ലീഷ് നമുക്ക് മദർ ടങ് അല്ലാത്തതുകൊണ്ട് കുറച്ച് എക്സാക്ട്ലി പിടികിട്ടില്ല പലപ്പോഴും. അപ്പോ അത് ചോദിച്ചെങ്ങനെ എന്താ? ന്യായം മീൻസ്, ന്യായം എന്ന് പറഞ്ഞ ലോയ, തിരുവഴുത്ത് എന്താണെന്ന് നിങ്ങൾ അറിയേണ്ടതല്ലേ? ആൻസർ എന്താ? അറിയേണ്ടതാണ്. പക്ഷെ മെനി ടൈംസ് നമ്മൾ അറിയുന്നില്ല. ഹിയലിന് അറിയില്ലായിരുന്നു, ഉസായ്ക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഈ പേടകം കൊണ്ടുവച്ചപ്പോ കുറെ ആൾക്കാർ അത് പൊക്കി നോക്കി, ഇല്ലേ? അവർക്ക് എന്തറിയില്ലായിരുന്നു? തുറക്കരുതെന്നല്ല, നോക്കരുതെന്ന്. നോക്കരുതെന്ന് എഴുതിയിട്ടുണ്ട് സിനി. നോക്കി എന്ത് പറ്റുമെന്ന് എഴുതിയിരിക്കുന്നു, വെച്ചുവെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതില് ഈ സത്യവേദ പുസ്തകത്തിൽ 70,000 എന്ന് എഴുതിയേക്കുന്നത്, വേറെ ചിലതിൽ 70 എന്ന് എഴുതിയേക്കുന്നത്. എന്തെങ്കിലും ആട്ടെ, എന്താണേലും മാസ് ഡെത്ത്. കാരണം ദൈവത്തിന്റെ പ്രമാണം. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ ഭയത്തോടെ ഓർമ്മിപ്പിക്കുന്നത്, ഇറ്റ് ഈസ് സ്പീക്കിംഗ് ടു മീ ഓൾസോ. കാരണം നമ്മൾ തിരുവഴുത്ത് അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഒരു കമ്പാഷനും ഇല്ല. ഗോഡ് ഈസ് സ്ട്രിക്റ്റ്. അറ്റ് ദി സെയിം ടൈം ലോർഡ് ഈസ് കമ്പാഷനേറ്റ്. ഗ്രേഷ്യസ് ആണ്. പക്ഷെ ഈ വചനത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല. ചെയ്യോ? ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ നമ്മൾ ഡിസൊബേ ചെയ്യുമ്പോൾ, വീഴുമ്പോൾ കർത്താവ് ഗ്രേഷ്യസാ. അല്ലാതെ നമ്മൾ കൊല്ലാനും തിന്നാനും ഇരിക്കുന്ന ദൈവമല്ല. നമ്മുടെ വീഴ്ചയിൽ കമ്പാഷനേറ്റ് ആണ്. അറ്റ് ദി സെയിം ടൈം ഈ ദൈവവചനത്തിന്റെ കാര്യത്തിൽ കർത്താവ് കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാം അറിഞ്ഞു പറ്റും. അത് രണ്ട് രീതിയിലുള്ള ദൈവവചനത്തോടുള്ള നാശങ്ങൾ ചെയ്യും. ഒന്ന് അഡീഷൻ ആൻഡ് ഡിലീഷൻ.
അതായത് ഡിലീഷൻ ഈസ് ലെസ് ഡേഞ്ചറസ് ദാൻ അഡീഷൻ. അതിന്റെ സപ്പോർട്ടിങ് സ്ക്രിപ്ചർ ഏതാ? കൂട്ടിച്ചേർക്കുന്ന മോർ ഡേഞ്ചറസ്. ഇതൊക്കെ ഇത് ബേസിക് കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞു പറ്റും. കൂട്ടിച്ചേർക്കുമ്പോൾ യു ആർ സിറ്റിംഗ് ഓൺ ദി ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുക. കുറയ്ക്കുമ്പോൾ ഇറ്റ്സ് എ കേസ് ഓഫ് ഡിസൊബീഡിയൻസ്. ശരിയല്ലേ ബാബു? ശരിയല്ലേ ബാബു? അതായത് നമ്മൾ അനുസരണക്കേടാണ് നമ്മൾ കുറയ്ക്കുമ്പോൾ. പക്ഷെ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുക. അതായത് നിയമം നൽകാൻ കഴിവുള്ളവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അതെവിടെയാണല്ലോ എഴുതിയിരിക്കുന്നത്? നിയമദാതാവായിട്ട് ഒരുവൻ മാത്രമേ ഉള്ളൂ, രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുള്ളവൻ. കടന്നു പോകുന്ന ബുക്കാ, അതുകൊണ്ട് ചോദിക്കുന്നത്. എല്ലാ ആഴ്ചയിലും 7 times വായിച്ച ബുക്കാ. കറക്റ്റ്. എന്നാൽ പറഞ്ഞൊരു ഓർമ്മ വരുന്നില്ല. ജെയിംസ് 4:12 ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ആൾക്കാരുടെ പല കാര്യത്തിലും ദുഃഖം തോന്നാറുണ്ട്. ദൈവവചനത്തോടൊന്ന് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് ഒരു പേടിയില്ല മനുഷ്യർക്ക്. 4:12 ഒരേ ഒരു നിയമദാതാവും വിധിയാളനുമേ ഉള്ളൂ, രക്ഷിക്കാനും നശിപ്പിക്കാനും അവന് മാത്രമേ കഴിയൂ. മതി. അപ്പൊ ഇതില് ഈ ദൈവവചനത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉള്ള യോഗ്യത ഒരാൾക്കുള്ളൂ. ആർക്കാ യോഗ്യത? യോഗ്യത ഇതാ, രക്ഷിക്കാനും ശിക്ഷിക്കാനും കഴിവുണ്ടായിരിക്കണം. അത് ദൈവത്തിന് മാത്രമേ പറ്റൂ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞു, കൊല്ലരുത് എന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറയപ്പെട്ടതായി കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ പറഞ്ഞ ആളിത് തന്നെയാണ്. പക്ഷെ നൗ ഐ സേ, ആരോടെങ്കിലും കോപിക്കുന്നവൻ കൊലയാളിയാണ്. ദാറ്റ്സ് ന്യൂ ടെസ്റ്റമെന്റ് സ്റ്റാൻഡേർഡും. വ്യഭിചാരം ചെയ്യുമെന്ന് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനത് മാറ്റി. അമെൻമെന്റ്. ഹൃദയത്തിൽ ആ ആഗ്രഹത്തോടു കൂടി ഒരു സ്ത്രീയെ നോക്കിയാൽ യു ഹാവ് ഓൾറെഡി കമ്മിറ്റ്. കാരണം ന്യൂ ടെസ്റ്റാമെന്റിൽ ഇറ്റ്സ് ലാംഗ്വേജ് ഓഫ് ദി ഹാർട്ട്. കോൺഷ്യൻസ് എന്നുള്ള വേർഡ്, അതിന്റെ തുല്യമായിട്ടുള്ള ഹീബ്രു വേർഡ് എവിടെയില്ല എന്നും പറയുന്ന ഓർക്കുന്നു. ഓൾഡ് ടെസ്റ്റാമെന്റിൽ കോൺഷ്യൻസ് ഇല്ല. കാരണം കോൺഷ്യൻസിനുമായിട്ടുള്ള ഒരു ഡീലിംഗും ഇല്ല, മനസാക്ഷിയായിട്ടുള്ള ഒരു ഡീലിംഗും ഇല്ല. കാരണം അത് കർമ്മങ്ങളാണ്, അത് ചെയ്യുന്നവൻ ജീവിക്കും. പക്ഷെ അത് ഹ്യൂമൻലി ഇമ്പോസിബിളാണ്. അതുകൊണ്ട് ഈ ദൈവത്തെ സേവിക്കണമെങ്കിൽ മനസാക്ഷിയെ ക്ലീൻസ് ചെയ്താലേ ദൈവത്തെ സേവിക്കാൻ പറ്റും. അതവിടെ എഴുതുന്നവർ പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം. വായിച്ച സിനിമ വായിച്ച് 9:14 അത് വളരെ ഭാഗം വായിച്ചു. സിനിക്ക് അത്ര ഒച്ചയില്ല, അതുകൊണ്ട് സിനിമ കൊണ്ട് വായിക്കാം. സിനിക്ക് ഒച്ചയുണ്ട്, പക്ഷെ ബാബുവിന്റെ ഒച്ചയുടെ അടുത്തോട് രക്ഷയില്ല. ബാബു ഒന്ന് വായിക്കാം. ഇത് നോക്ക്, ഇത് വെറുതെ വായിച്ചു വിടരുത്. It should speak to each and every one of us. 9:14 അങ്ങനെയെങ്കിൽ കുറ്റമറ്റവനായി നിത്യാത്മാവിലൂടെ തന്നെ തന്നെ ദൈവത്തിന് അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം എത്രയധികമായി നിങ്ങളുടെ മനസാക്ഷിയെ ജീവനുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിർജീവ പ്രവർത്തികളിൽ നിന്ന് ശുദ്ധീകരിക്കും. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works to serve the living God. Without the cleansing of the conscience നമുക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ല. അപ്പം ഇത് നോക്കാം, നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ബട്ട് ഇപ്പം നമ്മൾ കർത്താവിനെ പരമാർത്ഥതയോടെ സേവിക്കുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് ദൈവം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഡിനൈ ചെയ്യാതിരുന്നാൽ മതി. കാരണം ഹൃദയത്തിൽ അകൃത്യം ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റില്ലെങ്കിൽ സേവിക്കാൻ പറ്റില്ല. ഹൃദയത്തിൽ തിന്മ വെച്ചുകൊണ്ട് ദൈവത്തിൽ, അതുകൊണ്ടല്ലേ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ല വിരോധം ഉണ്ടെങ്കിൽ ആ ജൂയിഷ് കൺസെപ്റ്റിലാണ്, നിങ്ങളുടെ ബലിവസ്തു അവിടെ വെച്ചിട്ട് പോയി ആളുമായിട്ട് റിക്കൺസൈൽ ചെയ്തിട്ട് മടങ്ങി വന്ന് ബലി അർപ്പിക്കാൻ. മീൻസ് ബ്രോക്കൺ റിലേഷൻസ് ആണ് നമ്പർ 1 സിൻ. അതെന്താ ബ്രോക്കൺ റിലേഷൻസ് നമ്പർ 1 സിന്നാകാൻ കാരണം എന്താ? നമ്മൾ യേശുക്രിസ്തു വഴി ദൈവവുമായിട്ടുള്ള ബ്രോക്കൺ റിലേഷൻസ് ബ്രേക്ക് ചെയ്ത, അല്ല ദൈവമായിട്ട് റിക്കൺസൈൽ ചെയ്തു യേശുക്രിസ്തു വഴി. അപ്പൊ ഈ റിക്കൺസിലിയേഷൻ, ഈവൻ ദാറ്റ് റിക്കൺസിലിയേഷൻ ഈസ് കണ്ടീഷനില്ല. എന്താ കണ്ടീഷൻ? എന്താ? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയെ കണ്ടീഷൻ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ. അപ്പൊ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മുടെ സൈഡ് ബ്രേക്ക് ചെയ്തു, ദൈവത്തിന്റെ സൈഡ് ദൈവം ബ്രേക്ക് ചെയ്യും.
ഇല്ലേ? കർത്താവ് പറഞ്ഞു ഒരാൾക്ക് 10,000 താലന്ത് കടപ്പെട്ടിരുന്നു, അത് ദൈവം എഴുതി കൊടുത്തു, എഴുതി തള്ളി. തിരികെ ഇറങ്ങി വന്നപ്പോൾ 20 സ്മോൾ എമൗണ്ട് 20 ദിനാറെന്തോ അതുള്ള ആളെ കയറി പിടിച്ചു. അതിന്റെ കൺസീക്വൻസ് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. കൺസീക്വൻസ് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ? ആ ഇളച്ച് കിട്ടിയതെല്ലാം വീണ്ടും ക്രെഡിറ്റിലോട്ട് കയറി അല്ലേ? അതുകൊണ്ട് ഇവിടെ കർത്താവ് പറഞ്ഞേ, ആരോടെങ്കിലും വല്ല വിരോധം ഉണ്ടെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അത് ലോർഡ് സപ്പറിലും അത് തന്നെയല്ലേ, ബ്രോക്കൺ റിലേഷൻ. അവിടെ ബ്രോക്കൺ റിലേഷൻ വന്നതുകൊണ്ടല്ലേ അവിടെയും പ്രശ്നം വന്നേ. കാരണം അവിടെ സ്നേഹക്കുറവ് വന്നു, അല്ലെ ദരിദ്രരെ ഡിസ്റിഗാർഡ് ചെയ്തു. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒത്തിരി തടസ്സങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ചു, പല ജോഷുവയുടെ കേസുണ്ട്, ദാവീദിന്റെ കേസുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നമ്പർ 1 എനിമി എന്ന് പറയുന്നത് ഹൃദയത്തിലെ പകയ. ആരോടും ഞാൻ പലരോടും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോഴേ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ആരോടെങ്കിലുമൊക്കെ പകയുണ്ട്. എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന കേട്ടോ. ആരോടെങ്കിലും വല്ല വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നില്ല ഇല്ലയെന്ന്. എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിലൊക്കെ പ്രശ്നം വെച്ചോണ്ട് എല്ലാവരും ഇരിക്കുന്നത് നോക്കാം. അപ്പം അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ പ്രശ്നം വയ്ക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പ്രശ്നമാവും. നമുക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ? എല്ലാം ഇളച്ചു കിട്ടാൻ നമുക്കൊരു യോഗ്യതയില്ല. ഉണ്ടോ? നമുക്ക് ദൈവം ഇളച്ചു കിട്ടി, പക്ഷെ നമ്മൾ ഇളച്ചു കൊടുക്കില്ല, ദൈവം അംഗീകരിക്കത്തില്ല. അപ്പൊ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എയും ബിയും ഉണ്ട്. എ ഫെയ്ത്ത് ആണ്, അതെല്ലാം ദൈവം വാഗ്ദത്തം നൽകുന്ന വിശ്വസനാന്ന് എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്, നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അതിനകത്ത് നമുക്ക് ആരോടും ഈ വിരോധം എന്നുള്ള ഒരു പോയിന്റ്. അപ്പോൾ സെക്കൻഡ് നമ്മൾ കണ്ടത്, നീ ദൈവത്തിന്റെ കാര്യത്തിൽ തീക്ഷ്ണതയുള്ളവനെങ്കിൽ ദൈവം നിങ്ങളുടെ കാര്യത്തിലും തീക്ഷ്ണതയുള്ളവരായിരിക്കും. ഇങ്ങനെ നമ്മുടെ തീക്ഷ്ണത എങ്ങനെ? പിള്ളേരോട് ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മുടെ തീക്ഷ്ണത പിള്ളേരല്ലേ? യു ആർ സപ്പോസ് ടു ബി മോർ സെലസ് ദാൻ ഓൾഡ് പീപ്പിൾ. നിങ്ങൾക്കിങ്ങനെ കർത്താവിന്റെ കാര്യത്തിൽ എങ്ങനെ ഉഷാറാണോ? എന്തു പറയുന്നു കിച്ചു? ഇടയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കുമോ? ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ. ഇത് ബോൾ ഇസ് ഇൻ അവർ കോർട്ട്. ഇതിനകത്ത് ഒരു കോമ്പറ്റീഷനും ഇല്ല. ഞാനെങ്ങനെ ചെയ്തെന്ന് ഇവിടെ ഇരിക്കുന്ന വേറെ ആരും നോക്കേണ്ട ആവശ്യമില്ല, ഒരാൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ പ്ലീസിങ് ദി ലോർഡ്, ലോർഡ് വിൽ ബി ഹാപ്പി വിത്ത് യു. മോശം സ്ഥലത്ത് പറയുന്നില്ലേ, ഐ എം ഹാപ്പി വിത്ത് യു. ഇപ്പൊ കർത്താവ് നമ്മളോട് പറയാന്നിരിക്കട്ടെ, ഐ എം ഹാപ്പി വിത്ത് യു, ദാറ്റ്സ് ഓൾ. പിന്നെ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നോ പ്രോബ്ലം. ഇപ്പൊ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഹാപ്പി ആണെങ്കിൽ ദാറ്റ്സ് ഓൾ. ഇതില് നമ്മുടെ ജീവിതത്തിൽ നോക്ക്, സിമ്പിളാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട്. നമ്മുടെ കോൺഷ്യൻസ് കുറ്റപ്പെടുത്തുന്നതിനോട് മാത്രമേ നമുക്ക് ഒബ്ലിഗേഷൻ ഉള്ളൂ. കോൺഷ്യൻസ് കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഡു യു തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട്? എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണോ? കോൺഷ്യൻസ് കുറ്റപ്പെടുത്താത്ത രീതിയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണോ? വാട്ട് ഡു യു സേ? എന്ന് പറയുന്നതല്ല, ബുദ്ധിമുട്ടാണോ? കോൺഷ്യൻസ് കുറ്റപ്പെടുത്താത്ത രീതിയിൽ അല്ല. നമ്മളാരും പെർഫെക്റ്റ് ആയിട്ടല്ല. കോൺഷ്യൻസ് കുറ്റപ്പെടുന്ന ഒരു ക്ലിയർ വയലേഷൻ വരുമ്പോഴേ കുറ്റപ്പെടുത്തുള്ളൂ. കോൺഷ്യൻസ് കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഉണ്ടോ? ഇനി കോൺഷ്യൻസ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. അത് നമ്മുടെ ഇപ്പം ദാവീദ് പോയി ശൗലിന്റെ വസ്ത്രത്തിന്റെ വിളമ്പ് മുറിച്ചെടുത്തു. അപ്പൊ തുടങ്ങി ദാവീദിന് പ്രശ്നമായി ഇല്ലേ? സോ ഡെലിക്കേറ്റ്, പാപം ചെയ്യുന്ന ഡെലിക്കേറ്റ് ആയിരുന്നു. അത് നമ്മൾ കർത്താവിൽ വളരും തോറും നമ്മുടെ ഡെലിക്കസി കൂടിക്കൊണ്ടിരിക്കും. കർത്താവ് വളരും തോറും നമ്മുടെ പാപബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കർത്താവിൽ നമ്മളൊരു ഇതിപ്പോ ഈ പറയുന്ന പോലെ ഇപ്പൊ നമ്മള് എന്താ പറയുന്നത്, ചോറ് വിളമ്പുന്ന തവി കൊണ്ടാണോ അച്ചാർ വിളമ്പുന്നത്? ആണോ? അല്ലെങ്കിൽ അരി തൂക്കുന്ന ബാലൻസിലാണോ സ്വർണം തൂക്കുന്നത്? അരി തൂക്കുന്ന ബാലൻസിൽ സ്വർണം തൂക്കിയത് അനങ്ങുക പോലും ഇല്ല. സെയിം വേ നമ്മൾ സെൻസിറ്റീവ് ആകും തോറും നമ്മൾ വിചാരിക്കും വളരും തോറും പാപബോധം കുറയുമെന്ന്. വളരും തോറും പാപബോധം കൂടും. കാരണം 5 വർഷം മുമ്പ് പാപമാണെന്ന് തോന്നാത്ത കാര്യം ഇപ്പൊ പാപമാകും. സോ ആസ് യു ആർ ഗ്രോയിങ്, എന്താ പറയുന്നത്, വളരും തോറും പാപബോധം കൂടും. ബട്ട് സ്ട്രഗിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് സിൻ വർദ്ധിച്ചു വരും. കാരണം പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മളൊരു ഹോൾസെയിലായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, വേർപെട്ട് ആരാധിച്ച് കൈ അടിച്ച് പാട്ടുപാടി പോവുകയാണെങ്കിൽ അത്രയും കൊണ്ട് ഹാപ്പി ആയിട്ടുള്ളവർക്ക് അത് മതി. ദാറ്റ്സ് ഓൾ. നമ്മൾ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് തീരുമാനിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ആയാൽ ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിന്റെയും ശരീരത്തിന്റെയും സകല കന്മഷങ്ങളും നീക്കി, അടുത്ത സെന്റൻസ് എന്താണല്ലോ,
വിശുദ്ധിയെ തികയ്ക്കുക. വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് കർത്താവിൻ്റെ ഒരിക്കലും തികയില്ല. അപ്പൊ നമുക്ക് ലൈഫ് ടൈം വാർഫെയർ. ദി മോർ യു ആർ ഗ്രോയിങ്, മോർ യു വിൽ ബി അവെയർ ഓഫ് യുവർ സിൻസ്. ദൈവത്തോട് അടുക്കും തോറും നമ്മുടെ കുറവ് കൂടുതൽ മനസ്സിലാവും. അല്ലാതെ നമ്മൾ മിടുക്കരാന്ന് ഒരിക്കലും തോന്നില്ല ദൈവത്തോട് അടുക്കും തോറും. ഇപ്പം പത്രോസ് ആ മീൻ പിടിച്ച് കർത്താവിന്റെ വലിയ മീൻ പിടുത്തം കണ്ടു കഴിയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി പറയുന്നത് എന്താ? എന്നിൽ നിന്ന് അകന്നു പോകണ ഐ എം സിന്നർ. അല്ല ദൈവത്തോട് അടുത്ത് ചെല്ലാനല്ല തോന്നുന്നത്, നമ്മുടെ അൺവർത്തിനെസ് ആണ് കണ്ടത്. ഇപ്പം ഹിസ്കിയ ഒരു ഹെവൻലി വിഷൻ കാണുന്നില്ലേ? ഇല്ല, ബെൻസി ഓർമ്മയില്ലേ? ഹിസ്കിയല്ല, ഐസയ ഹെവൻലി വിഷൻ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ പറയും സി ഐ അൺഫിറ്റ്. അശുദ്ധമായിട്ടുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. കാരണം ദൈവത്തെക്കുറിച്ച് ദി മോർ യു ആർ നോയിങ് അബൌട്ട് ദി ലോർഡ്, മോർ അൺവർത്തിനെസ് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ല നമ്മൾ മിടുക്കരാന്നല്ല തോന്നുന്നത്. അത് ഈ ക്രിസ്ത്യൻ ലോകത്തിന്റെ ആ ഒരു പ്രോഗ്രഷൻ നമ്മൾ പോളിന്റെ ലൈഫിൽ നിന്ന് എടുക്കുമ്പോൾ പോൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധരിൽ ഏറ്റവും ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും എളിയവൻ. പിന്നീട് പോൾ പറയുന്നത് ഞാൻ വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ. പിന്നീട് ഒരു സ്ഥലത്ത് പറഞ്ഞ് അതെല്ലാം ഗ്രോത്താ. പിന്നീട് പറയുന്നു ഞാൻ ഈ പാപികളിൽ ഒന്നാണ്. ആലോചിച്ച് നോക്കി. ആദ്യം പറയുന്നത് ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയ ആളാണ്, ഒരു അപ്പസ്തോലൻ എന്നാണല്ലോ. കുറെ കഴിഞ്ഞ് ഞാൻ വിശുദ്ധരിൽ ഏറ്റവും നിസ്സാരൻ. കുറെ കഴിയുമ്പോൾ പറയുന്നത് ഞാൻ പാപികളിൽ നമ്പർ 1. ഇത് ഏറ്റവും അവസാനം പറയുന്നത് പാപികളിൽ നമ്പർ 1. ആദ്യം പറയുന്നത് അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവൻ, വിശുദ്ധരിൽ ഏറ്റവും ചെറിയവൻ, പിന്നെ പാപികളിൽ ഒന്നാമൻ. നമ്മള് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കും തോറും നമ്മുടെ അൺവർത്തിനെസ് മനസ്സിലാവുന്നത്. കണ്ടിന്യൂ ടു തിങ്ക്. നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ ചെയ്യാൻ സമയമെടുക്കാം.